സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിച്ച സർക്കാർ ജീവനക്കാർ, കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഹയർ സെക്കൻഡറി അധ്യാപകരും ഉൾപ്പെടെ 1458 ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റി എന്നതാണ് കണ്ടെത്തൽ. ഉമേഷ് ബാലകൃഷ്ണൻ അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തും ചേരുന്നു. ഉമേഷ്, വളരെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറിൽ ഉമേഷ് പുറത്തുവിട്ടത്. അപ്പോൾ ഇത് ഏത് ഘട്ടത്തിലാണ്? അതായത് നേരത്തെ ഉമേഷ് പറഞ്ഞതുപോലെ ഒരു ഓഡിറ്റിംഗിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷേ ഇത് വളരെ വൈകിപ്പോയി എന്ന് പറയാം. എങ്കിലും ഇപ്പോഴെങ്കിലും സർക്കാർ കൃത്യമായി ഇടപെടുന്നുണ്ടല്ലോ എന്ന് ആശ്വസിക്കാം. അപ്പോൾ ഏത് ഘട്ടത്തിലാണ്? ഏതെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു പരിശോധന സർക്കാരിന്റെ ഭാഗത്തും ധനവകുപ്പിന്റെ ഭാഗത്തും ഉണ്ടായത്? അത്തരം വിവരങ്ങളുണ്ടോ? ഇനിയിപ്പോൾ ലിസ്റ്റ് നേരത്തെ അത് നീണ്ടുപോയേക്കാം, കൂടുതൽ പേര് ഇതിനകത്തേക്ക് ഉൾപ്പെട്ടേക്കാം എന്നൊക്കെയുള്ള സൂചനകളും വരുന്നുണ്ട്. അതായത് ഒരു ഭാഗത്ത് ഈ പരിശോധന തുടരുന്നുമുണ്ട് അല്ലേ? തീർച്ചയായും ഒരു ഭാഗത്ത് പരിശോധന തുടരുന്നുണ്ട്. ഈ പരിശോധന ഇപ്പോൾ അവസാനിച്ചിട്ടില്ല, ഇനിയും പരിശോധന തുടരും. ഇതിൻ്റെ ആദ്യഘട്ടം ഒരുപക്ഷെ ഇൻഫർമേഷൻ കേരള മിഷനും ഇക്കാര്യത്തിൻ്റെ വ്യാപ്തി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഉടൻ തന്നെ ധനവകുപ്പിന് ഈ റിപ്പോർട്ട് കൈമാറിയത്. റിപ്പോർട്ട് കൈമാറി ഉടൻ തന്നെ സ്വാഭാവികമായി ഓരോ സർക്കാർ ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെയാണ്, യാഥാർത്ഥ്യവുമാണ്. അത് ധനമന്ത്രി അടക്കം തള്ളിക്കളയുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു രൂപ പോലും അതിൻ്റെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ആ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ സർക്കാർ തന്നെ അടിയന്തര നടപടിയിലേക്ക് ധനവകുപ്പ് കടക്കാനും കാരണം. എന്തായാലും അടിയന്തര നടപടി ഉടൻ ഉണ്ടാകും. നിലവിൽ ലിസ്റ്റ് മാത്രമാണ് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നത്. ഇനി ഓരോ വകുപ്പിനും സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകും. അതിനുശേഷം ഈ പണം തിരികെ പിടിക്കുക. ആ പണം തുടരുക. ഇപ്പോൾ മുൻ ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നോക്കുക, ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി അനർഹരായ ഒരുപാട് പേർ, അതായത് കോളേജിലെ പ്രൊഫസർമാരും ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരും അടക്കമുള്ള ആൾക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു. ഒരു ഭാഗത്ത് നമ്മൾ കണ്ടതാണ് ഒരുപാട് കാലം ഈ പെൻഷൻ തുക മുടങ്ങിയ ആൾക്കാരുടെ ദുരിതം. ആ സമയത്താണ് ഇങ്ങനെ അനർഹർ കുറേ നാളുകളായി, കുറേ മാസങ്ങളായി, ഒരുപക്ഷെ വർഷങ്ങളായി ഇത്തരത്തിൽ പണം തട്ടുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ മാത്രമാണ് സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇത് നികൃഷ്ടമായ ഒരു നടപടിയായി പോയി. ഇങ്ങനെ പണം തട്ടിയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് ഗവൺമെന്റ് പ്രസിദ്ധീകരിക്കണം. അത് ബഹുജന മധ്യത്തിൽ വരണം. അവർ ചെയ്തിട്ടുള്ള തട്ടിപ്പിന്നതാണ് എന്നുള്ള ജനങ്ങൾക്ക് കൂടി വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള സന്ദർഭം ഉണ്ടാകണം. പാവപ്പെട്ട ആളുകളുടെ ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ഈ നടപടിയോട് യോജിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇവർ മേടിച്ചിട്ടുള്ള തുക അത് അവരിൽ നിന്ന് ഈടാക്കണം, അല്ലെങ്കിൽ അവരുടെ സ്ഥാവരജംഗം വസ്തുക്കൾ ജപ്തി ചെയ്ത് അതിൽ ഈടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കണം. ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഗവൺമെന്റ് ചെയ്യരുത്. കാരണം പാവങ്ങളായ ആളുകൾക്ക് കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ്. ആ പദ്ധതിയിലുള്ള പണമാണ്. ഒരു കാരണവശാലും അതിന്റെ മിസ്യൂട്ടിലൈസേഷൻ നമുക്ക് സമ്മതിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഗവൺമെന്റും ഈ കാര്യത്തിൽ നിഷ്കർഷത പാലിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം നിൽക്കുകയാണ്. കാരണം ഈ പണം തട്ടിക്കൊണ്ടുപോയ ആളുകളെ, അവരെ സഹായിച്ചിട്ടുള്ള ആളുകൾ ഈ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അവർക്കും അറിയാം ഇവരൊക്കെ വേറെ രൂപത്തിൽ വരുമാനമുള്ളവരും നല്ല ശമ്പളവും ജോലിയുമുള്ള ആളുകളുമാണ് ഇത്. അതറിഞ്ഞുകൊണ്ട് ഇവർക്ക് ഒന്നുകിൽ നേരിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ തപാലിൽ അയച്ചു കൊടുക്കുന്നു. ഈ നടപടി കൂടി നടത്തുന്ന ആളുകൾ ആരാണ് എന്നുള്ളത് ജനങ്ങൾക്ക് മുമ്പിൽ വരണം. ഈ സാമ്പത്തിക കുറ്റവാളികളായിട്ടുള്ള ആളുകൾക്കെതിരായി ശക്തമായ നടപടി എടുക്കുകയും മതിയാവും. ഇവരുടെ കയ്യിൽ നിന്ന് പലിശ സഹിതം തുക തിരിച്ചു പിടിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അത്തരമൊരു നടപടിയിൽ മാത്രം ഒതുങ്ങേണ്ടതാണോ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? പൈസ തിരിച്ചു പിടിക്കാതിരിക്കാൻ സാധ്യമല്ല. അതൊരു നടപടിയായിട്ട് ഞാൻ എടുക്കുന്നില്ല. കാരണം അവര് ഇതിനകത്തൊന്ന് തട്ടിയെടുത്തു കൊണ്ടുപോയ തുകയാണ് അത് തിരിച്ചു പിടിക്കാൻ. രണ്ട്, ഇവരുടെ പേരും ഇവരുടെ അഡ്രസ്സും പൊട്ടത്തിൽ കൊടുക്കണം, ബഹുജന മധ്യത്തിൽ വെക്കണം. ഇവര് തട്ടിപ്പുകാരാണ് എന്നുള്ളത് നാട്ടുകാർ വിലയിരുത്തണം. അവർക്ക് കൂട്ടുനിന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പണം മുഴുവൻ ഇവരുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാകുകയില്ല. ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാരും ഇതിനകത്ത് കമ്മീഷൻ അടിക്കാൻ സാധ്യതയുണ്ട്. അവർക്കെതിരായിട്ടുള്ള നടപടി നിശ്ചയമായി എടുക്കണം. ഗവൺമെന്റ് തൊലിപ്പുറത്തുള്ള ചികിത്സയല്ല, ആഴത്തിലുള്ള ചികിത്സ ഈ കാര്യത്തിൽ വേണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും അത്തരം നടപടികളിലേക്ക് കടക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അതേസമയം ഇതെങ്ങനെയാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാകുന്നത്? കാരണം 1600 രൂപ അത് പാവപ്പെട്ടവരെ സംബന്ധിച്ച് വലിയ തുകയാണ്. പ്രത്യേകിച്ച് മരുന്ന് വാങ്ങാൻ ഉൾപ്പെടെ കഴിയാതിരിക്കുന്ന നിരവധി പേർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ വലിയ ആശ്വാസമാണ് മാസം തോറും കിട്ടുന്ന ഈ 1600 രൂപ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഇടയ്ക്ക് നിൽക്കുന്ന ആളുകളുടെ പങ്കത് തള്ളിക്കളയാനാകില്ല എന്ന് തന്നെയല്ലേ അങ്ങും സൂചിപ്പിക്കുന്നത്? ഇത് ഈ ആളുകൾ കൈനീട്ടിയാൽ കൊടുക്കുന്നതല്ല. കാരണം ഇത് ഒത്തുകളിച്ചതാണ്. സർക്കാർ ഉദ്യോഗസ്ഥത്തിൽ ഇരിക്കുന്ന ആളുകള് അവര് ചെയ്തിട്ട് അവരും ഇതിന് കൂട്ടുനിൽക്കുകയുള്ളൂ. അവരറിയാതെ ഒരു കാരണവശാലും ഈ നടപടി നടക്കില്ല. അതുകൊണ്ട്
അവർക്കെതിരെ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അവർക്കെതിരായിട്ടുള്ള നടപടി വേണം. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഈ തുക തിരിച്ചു പിടിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ക്രിമിനൽ ഒഫൻസ് നടത്തിയിട്ടുള്ള ആളുകളുടെ പേര് വിവരം ജനങ്ങൾ അറിയണം. ബഹുജന അത് പബ്ലിക് ഡൊമൈനിൽ വന്നേ മതിയാവും. നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.